ഒരു ബിസിനസ് ഓണർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ആരുമില്ല നിങ്ങളോട് ഒന്നും ചോദിക്കാൻ, നിങ്ങളെ വഴക്ക് പറയാനോ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കണ്ണിൽ നോക്കി പറയാൻ ധൈര്യമുള്ള ഒരുത്തനും ഇല്ല. ഉണ്ടെങ്കിൽ ഒട്ട് നിങ്ങൾ വെച്ച് പൊറുപ്പിക്കത്തുമില്ല. ഒന്നെങ്കിൽ അവനെ പുറത്താക്കും, ഇല്ലെങ്കിൽ അവനോട് മിണ്ടത്തില്ല. ആണല്ലോ. ഹൗ ടു പ്രസന്റ്, ഹൗ ടു കൺവിൻസ്, ഹൗ ടു പിച്ച്. കസ്റ്റമറോട് ഇനി മുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറയരുത്. എന്ത് പറയണം? അവനെ പ്രാകാൻ പറയണം. ഇത് എങ്ങനെ അവന് മറ്റൊരു രീതി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. ഏത് അടി കിട്ടാത്ത രീതി പറയാൻ പറ്റണം. ഇന്ന് ഞാൻ പറഞ്ഞല്ലേ കുറേ കാര്യങ്ങൾ, ആ രീതി പറയണം. നിങ്ങൾക്ക് എന്തോ തോന്നി? ഇത് വന്നില്ല മുടിഞ്ഞു പോകുമെന്ന് തോന്നി. ഇതാണ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. സ്റ്റേയിങ് വെയർ യു ആർ വിത്തൗട്ട് ടേക്കിംഗ് എ ഡിസിഷൻ. ഇതാണ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ദോഷേട്ടാ, 1200 രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നവന് നീ കൊടുത്തോ വർക്ക്, പക്ഷേ നീ അനുഭവിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ കണ്ടിട്ടുള്ളതാ. ശരിയാണോ? നിങ്ങൾ കാണുന്നതാ. പക്ഷെ നിങ്ങൾ എന്നിട്ട് എന്തോ പറയുന്നത്? അവർ യൂസ് ചെയ്യുന്നത് MDF, ഞങ്ങൾ യൂസ് ചെയ്യുന്ന മൾട്ടിവുഡാ. ഇത് ROI പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കസ്റ്റമർക്കൊന്നും തോന്നത്തില്ല. അതിട്ട 3ൻ്റെ അന്ന് പൊളിഞ്ഞു വീഴും. ഇത്രയേ ഉള്ളൂ. പേടിപ്പിക്കണം. ROI is about destination and COI is about current location. ഇന്നത്തെ അവൻ്റെ അവസ്ഥയാണ് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലാതെ നാളെ അവന് കിട്ടാൻ പോകുന്ന നിധിയല്ല. മനസ്സിലാവുന്നു? ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഒരു സെഷൻ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആർക്കൊക്കെ 1 കോടിയൊക്കെ കിട്ടിയേ? ആരൊക്കെ അവൻ്റെ ബിസിനസ്സിൽ കമ്മിറ്റഡ് ആയിരുന്നോ അവർക്ക് മാത്രം. I can guarantee your success only if you are committed. I cannot guarantee your success if you are not committed. Because I need only good client. Good clients are committed clients. Good clients are committed clients. സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കറിയത് ദോഷമാണെന്ന്. പിന്നെ എന്താ ഇത് അറിഞ്ഞുകൊണ്ട് ഇവർ സ്മോക്ക് ചെയ്യുന്നത്? ഒരു വട്ടം വലിക്കുമ്പോഴേ ഇവന് ക്യാൻസർ വരികയാണെങ്കിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുമോ? ഇല്ല. അപ്പം ROI എന്തുവാ? ഫ്യൂച്ചറിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഇവൻ നിർത്താത്ത. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്തുവാ? തീർന്നടാ, നീ ചാകാൻ പോവുക, നീ തീർന്ന്. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ അടുത്ത് നീ എരിഞ്ഞ് തീർന്ന്, നിനക്ക് നാളെ ക്യാൻസർ വരും. ഇവൻ്റെ വിചാരം എന്താ? 80ാമത്തെ വയസ്സ് അന്നല്ലയോ, ഇപ്പോൾ വലിച്ചേക്കാം. അതുകൊണ്ടാണ് ഇവർ ഇത് സിഗരറ്റ് വലി നിർത്താത്തത്. എപ്പോഴാണ് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത്? ചില ടെസ്റ്റ് ലാബിൽ പോയി ചില ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർ പറയും കൊളസ്ട്രോൾ കൂടി, അത് കൂടി, ഇത് പിറ്റേന്ന് രാവിലെ തൊട്ടങ്ങ് ജിമ്മാണ്. അതിന് മുന്നേ നമുക്കറിയാം ജിമ്മിൽ പോയില്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടും, ബാക്കി പ്രശ്നമൊക്കെ ഉണ്ടാവും. പോകത്തില്ല. വൈ? അത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതോ കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. റിപ്പോർട്ട് എടുത്തു വെച്ചിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ചാകാറായി, പലതും തീർന്നുകൊണ്ടിരിക്കുക. ഇനിയും ജിമ്മിൽ പോയില്ലെങ്കിൽ, ഇനിയും നീ ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. എന്ത് സംഭവിച്ചു? കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ കൊടുത്ത കുറേ കൊട്ടേഷൻസ് ഒക്കെ കിടപ്പുണ്ടല്ലോ, കസ്റ്റമർ തീരുമാനം എടുക്കാതിരിക്കുന്നത്. ഇന്ന് രാത്രി അവനെ വിളിച്ചിട്ട് ദാണ്ട് ഇപ്പോൾ എഴുതാൻ പോകുന്ന ആ 10 നാശം അവനോടൊന്ന് പറഞ്ഞ്. എന്താ സന്തോഷം? രാത്രി വിളിച്ചല്ല, നിങ്ങൾ ഇന്ന് രാത്രി മുടിയാൻ പോവുക, അതൊന്ന് നേരത്തെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച്. എന്തായിരുന്നു സന്തോഷേ? മറ്റേതല്ലോ, തീരുമാനം എടുത്തില്ലല്ലോ. ഒന്ന് സന്തോഷേ ഇപ്പം എവിടെ ഉണ്ട്? ഇപ്പം വിളിച്ച് ഓർഡർ വരും. ലോ പ്രയോറിറ്റി, മിഡ് പ്രയോറിറ്റി, ഹൈ പ്രയോറിറ്റി. ഒരു കാര്യം അറിയോ? നമ്മൾ ROI പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരു മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനും നമുക്ക് പറ്റില്ല. ബട്ട് വെൻ യു സേ COI, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ പറയുമ്പോൾ ലോ പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റി ആയിട്ട് മാറും. ബിസിനസ്സിൽ സ്റ്റേജ് 1 അത് കഴിയുമ്പോൾ വാല്യൂ ഓഫ് ഡെത്ത്, സ്റ്റേജ് 2 അത് കഴിയുമ്പോൾ വാല്യൂ ഓഫ് ഡെത്ത്, സ്റ്റേജ് 3 വാല്യൂ ഓഫ് ഡെത്ത്, 4 വാല്യൂ ഓഫ് ഡെത്ത്, 5 വാല്യൂ ഓഫ് ഡെത്ത്.
എന്താ പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്താ? കോസ്റ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ? നീ ഇവിടെ ജോയിൻ ചെയ്താൽ നിന്നെ ഞാൻ ഇവിടെ എത്തിക്കാം, ഇതാ പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ എന്താ? നീ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പേരാണ് വാലി ഓഫ് ഡെത്ത്. ഒന്നെങ്കിൽ ഇവിടെ കിടന്ന് നീ ചത്തുപോവും നിൻ്റെ ബിസിനസ്, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് നീ നരകിക്കും. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പേ, ഓർക്കുന്നോ? ഇതിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. നിന്നെ ഇവിടെ എത്തിക്കാം എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നീ ഇവിടെ കിടന്ന് നരകിക്കുമെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ഇനിയും മനസ്സിലായില്ല? ആർ യു വിത്ത് മീ? നിന്നെ ഇവിടെ എത്തിക്കാമെന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നീ ഇവിടെ കിടന്ന് നരകിക്കുമെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ROIയുടെ പ്രത്യേകത എന്താ? കിട്ടിയാ കിട്ടി. ROI. കാരണം ഐ ആം നോട്ട് എ ട്രെയിനർ, ഐ ആം എ ക്ലോസർ. ഐ മെയ്ഡ് യു ടേക്ക് ദ ഡിസിഷൻ. ഇതൊരു പുതിയ അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളവർ ആ മണിയെടുത്തൊന്ന് അടിച്ച്. ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് കൈയടിച്ച്. ഈ പരിപാടി ഇഷ്ടപ്പെട്ടവർ. ദിസ് ഈസ് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ്. ഇതിൻ്റെ പേരാണ് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ്.